സുഖല്ലേ? എന്താ വിശേഷം? എല്ലാവരും സുഖമായിരിക്കില്ലേ? പിന്നെന്തൊക്കെയുണ്ട്? ഞാനിന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ട്രാവൽ വ്ളോഗെന്ന് വെച്ചാൽ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, യാത്ര പോണതിൻ്റെ. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതിട്ടിട്ട് ഇപ്പം 5-6 മാസമായി. ഇതൊരു കൊല്ലം മുമ്പത്തെ വീഡിയോ. എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും ഫുൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി മടിയാണ്. കാരണം ഇപ്പം ഗാലറി നോക്കിയപ്പോൾ ഒരു കൊല്ലം മുമ്പത്തെ വീഡിയോ എടുക്കണം. അപ്പം ഇന്നെന്തായാലും അത് എഡിറ്റ് ചെയ്തിടാന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു ടൂർ പോക്കാട്ടാ. വാഗമൺ എന്ന സ്ഥലം. വാഗമണ്ണിക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് വാഗമണ്ണിക്കെന്ന് വെച്ചാൽ 3.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നത് തന്നെ 10:30. എത്തിയപ്പോൾ 4:30 ആ ടൈമൊക്കെ ആയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയപ്പോൾ അപ്പം എന്ത് ചെയ്യുക പണിയിട്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതാണേ ഇടിയും മഴയൊക്കെ പെയ്യുന്നു. അപ്പം എന്ത് ചെയ്ത് ഗ്ലാസ് ബ്രിഡ്ജ് അവർ ക്ലോസ് ചെയ്തു. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടുവരാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് പ്ലാൻ ചെയ്ത്. പക്ഷെ പോയ കാര്യം നടന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും ചുറ്റി അടിച്ച് കറങ്ങി നടക്കട്ടെ. ഞാനും മക്കളും പിന്നെ ഇക്കാട മക്കളും കൂടിയായിട്ടാണ് പോയത്. പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു. പിന്നെ അധികാരം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ കറങ്ങാനൊക്കെ നടന്നിട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വാഗമണ്ണിൽ കാണുന്നത്. ശരിക്കും വാഗമണ്ണിൽ പോകുമ്പോൾ എല്ലാവരും പറയും 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കണം. കാരണം അവിടെ അത്രയും കാഴ്ചകളുണ്ട് കാണാൻ. ഞങ്ങൾ ശരിക്കും ഇവിടുന്ന് 10:30 പോയി 4 മണി 4:30 ഉണ്ടായോ അവിടെ. അങ്ങനെ അവിടെ ഒന്ന് ചുറ്റി അടിച്ച് 6 മണി ആയപ്പോഴത്തേനും തിരിച്ചിങ്ങോട്ട് പോന്നിട്ടാ. കാരണം ഞങ്ങൾ പെട്ടെന്നുണ്ടായി പോക്കല്ലേ. ഒന്നും പ്രതീക്ഷിച്ചൊന്നും കൈക്ക് എഴുതിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ പോന്നതാണ്. അങ്ങനെ പോയാരണം ഒന്നും കാണാനും പറ്റില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനിയും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വാഗമൺ. ഞാൻ ആദ്യമായിട്ട് കണ്ടത്. നല്ല മഞ്ഞും കോടമഞ്ഞൊക്കെ കാണാൻ എന്ത് രസമായി. നല്ല പച്ചപ്പൊക്കെ കാണാൻ. വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീഡിയോ ഫുൾ കാണണം കേട്ടോ. പിന്നെ ഡംപിങ്ങിൽ ഇത്തിരി തെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കേട്ടാ. ഞാൻ പിന്നെ ചാനൽ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി. പക്ഷേ ഡബ് ചെയ്യണതൊക്കെ ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. വോയിസ് ഇടലൊക്കെ ഇത്രയും കാലം വോയിസ് ഇടാണ്ടൊക്കെ ചെയ്തിരുന്നതല്ലേ. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടോ 2 സൈഡും കാണാനും മഞ്ഞും മലയും ശരിക്കും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ. ഇനി എന്തായാലും വീഡിയോ കാണാം കേട്ടോ. ഞാൻ എന്തായാലും വോയിസ് കുറച്ച് നേരം മ്യൂട്ട് ചെയ്ത് വെക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഗാർഡൻ്റെ അവിടെ എത്തിയിട്ടാണ്. ഗാർഡൻ്റെ അവിടെയും അടച്ചിട്ടേക്കാം കേട്ടോ. ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് കാർഡ് അതും കാണാൻ പറ്റില്ല. ഞാൻ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും കാണാനും പറ്റില്ല. എന്നാലും നമ്മൾ അകലേന്ന് സൂം ചെയ്തെടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ കാണാം.
മരത്തിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പണ്ട് ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേ ഇത്. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ. പിള്ളേർക്ക് ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് തട്ടായിട്ട് ഇങ്ങനെ കയറി പോകാമല്ലോ. അവിടെ വെച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ നമ്മൾ പണ്ട് പ്രേതത്തിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ മരങ്ങൾക്കിടയിലുള്ള ഇതൊക്കെ. അതൊക്കെ ഓർമ്മ വന്നിട്ട് അവിടെ നല്ല രസമുണ്ട് കാണാനും. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും വാഗമണിൽ പോയി സ്റ്റേ ചെയ്ത് അവിടെ മൊത്തം കാണണമെന്ന് ആഗ്രഹമാണ്. ഞങ്ങൾ പോയി അപ്പം തന്നെ പോകുന്നില്ല, അങ്ങനെ ഫുൾ എല്ലാ സ്ഥലങ്ങളും കാണാനൊന്നും പറ്റിയിട്ടില്ല. പാപ്പാടെ പിന്നെ ചിലപ്പോൾ ഓടാക്കാം. പൊന്നുപ്പം അതൊക്കെ നടക്കാൻ പറ്റാണ്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. കുറേ നടക്കുമ്പോൾ ഇത്തിരി മടി പിടിക്കും. പക്ഷെ സ്ഥലങ്ങൾ കാണാൻ അടിപൊളി കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. ചെയ്തിട്ട് ഇറങ്ങിയിട്ട് റീൽസ് എടുക്കണതും തേയിലത്തോട്ടം കാണാൻ. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോകുന്നിട്ടാണ്. കുറേ വീഡിയോസ് എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഓരോരുത്തർ ഇതൊക്കെ എടുക്കണം കാണാനൊക്കെ ആയിട്ട്. റീൽസ് എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് റീൽസ് എടുക്കണതും ഒക്കെ കാണാൻ. പിന്നെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സന്ധ്യയായിട്ടാ, അപ്പം ഞങ്ങൾ തിരിച്ച് പോന്നു. ഇനി അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോൾ നേരം വൈകുമല്ലോ. ഞങ്ങൾ അവിടുന്ന് 6:30 ആയപ്പോൾ പോന്നു കേട്ടാ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും 10 മണി കഴിഞ്ഞ്. 10 മണി 11 മണി ആയിട്ടാ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.